എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുണ്ടല്ലോ, ഞങ്ങൾക്ക് തിരക്കായിരുന്നേ, പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഇപ്പം ഞാൻ പനിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പശുവിനുണ്ടല്ലോ, നമ്മുടെ കറമ്പി പശുവിന് അകിടിന് ചെറിയൊരു പ്രശ്നം. ആളുടെ അത് 2 ദിവസം മുന്നേ തൊട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മരുന്നുണ്ട്, നമ്മളിവിടെ മരുന്ന് ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ അകിടിൽ നമ്മൾ സാധാരണ മറ്റേ ഇതുപോലെ വരില്ലേ, അകിട് വീക്കം പോലെ വരില്ലേ, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഒരു കേസായിട്ടാണ് ഈ പറഞ്ഞ സംഭവം. കാരണം എന്താ വെച്ചാൽ, അകിട് വീക്കം എന്ന് പറയുന്നത് പശുവിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എപ്പോഴും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൊഴുത്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതുപോലെ കൂടെ നനയ്ക്കരുതെന്ന് പറയുന്നത്, തൊഴുത്ത് ചിലർ വൃത്തി ആവണം എന്നും പറഞ്ഞുകൊണ്ട് നനച്ച് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പകരം നമ്മൾ ചാണാനൊക്കെ കോരി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കി ഉണങ്ങാൻ അനുവദിക്കണം. ഇപ്പോൾ കോരി കളഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി പിടിച്ചാലും പ്രശ്നമില്ല. പക്ഷെ നനഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നനഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ 2-3 ദിവസമായിട്ട് ഇതിനെ ഇവിടെ മാറ്റി ഇടാനായിട്ട് മാറ്റിയിടാനായിട്ട് സ്ഥലമില്ലാണ്ടിരുന്നുകൊണ്ടിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നേരെ തന്നെ ആളെ എടുത്തിട്ട് ഇവിടുന്ന് അയച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടുമായിരുന്നു. നമ്മുടെ ഈ പോർഷനിൽ കൊണ്ടുവന്ന് കെട്ടുമായിരുന്നു. അതിപ്പോൾ അങ്ങനെ കെട്ടാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഇവിടെ തന്നെ ആളെ നിർത്തും. എന്നിട്ട് സ്ഥിരം അങ്ങോട്ട് കഴുകി ക്ലീനാക്കി ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ചെയ്തു. പക്ഷേ ഇപ്പം മിഞ്ഞാന്ന് നോക്കുമ്പോഴത്തേക്കും ആൾക്ക് അകിടിന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തടിപ്പ് പോലെ. അപ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്ന് തന്നെ മനസ്സിലായത് ഇതുകൊണ്ടിട്ടാണ് അകിട് വീക്കമാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, പാല് ചിലപ്പോൾ വിട്ട് കിട്ടാതെ ഹീറ്റായിരുന്നു ആൾ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളി അത് സമ്മതിച്ചില്ല. വേഗം തന്നെ എന്നോട് പറഞ്ഞു, ഫൈറ്റോലാക്കാം, D200 എടുത്തോ, വേഗം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കണ മെഡിസിനാണ് കേട്ടോ ഇത്. ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് കൊടുക്കുന്ന മെഡിസിനാണ് ഇത്. കാണുന്നുണ്ടോ, ഫൈറ്റോലാക്കാന്നാട്ടോ ഇതിൻ്റെ പേര്. ഫൈറ്റോലാക്ക ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. ഇതൊരു ഹോമിയോ മെഡിസിനാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മേളിലായിട്ടുള്ള ഒരു കടയിലാണ്, ഹോമിയോ മെഡിക്കൽ ഷോപ്പിൽ, അവിടെയാണ് കിട്ടുന്നത് ഈ മെഡിസിൻ ഞങ്ങൾ പോയി മേടിക്കുന്നത്. പിന്നെ ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒട്ടുമിക്ക എല്ലാ ഹോമിയോ മെഡിസിൻ കിട്ടുന്ന സ്ഥലങ്ങളിലും കിട്ടാൻ ചാൻസ് ഉള്ളതാണിത്. ഫൈറ്റോലാക്ക D200 ഫൈറ്റോലാക്ക D200 എന്നാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. 200C എന്നാണ് കിടക്കുന്നത്, പക്ഷെ അതല്ല, D200 എന്നാണ്. ഫൈറ്റോലാക്ക D എന്നാണ് അതിനെ ശരിക്കും പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു 15 തുള്ളി വീതം 3 നേരമായിട്ട് കൊടുക്കും. 3 നേരമായിട്ട് നമ്മൾ ശരിക്കും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതിന് ആ പാല് നല്ല ക്ലിയർ ആവുകയും ചെയ്യും. ആ തഴി പോലെ ഉണ്ടല്ലോ, നമ്മൾ പിരിഞ്ഞ പോലെ വരില്ലേ പാലിൻ്റെ, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പം മരുന്ന് കൊടുക്കണം. ഞാൻ ഒറ്റക്കാണ് വന്നേക്കണത് തൊഴുത്തിലേക്ക്. അപ്പോൾ ഇനി ഞാൻ അവൾക്ക് മരുന്ന് കൊടുക്കട്ടെ. കാണാൻ പറ്റുമോ, വീഡിയോ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇച്ചിരി പാടാണ് കിട്ടാനായിട്ട്. എന്തായാലും കാണുന്ന രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇത്തിരി വെള്ളം ചേർത്തിട്ടാട്ടോ, ഇത്തിരി വെള്ളം ചേർക്കും ഇതിൽ. എന്നിട്ടാണ് ഇത് എടുത്തിട്ട് കൊടുക്കുന്നത്. 15 തുള്ളിയാണ്. 15 തുള്ളി അങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഹീറ്റ് ആകുമ്പോൾ മാത്രം ഇത്തിരി
ചുണ്ടിത്തലുണ്ട് കയ്യിൽ. കളിയാട്ടോ പക്ഷേ ആവിളിച്ച് 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 അങ്ങനെ വെരി ഗുഡ്. കണ്ടോ, ഇതാണ് മരുന്ന് കൊടുക്കാനുള്ള ട്രിക്ക്. അതിന് വേണ്ടിയിട്ട് എടുത്തൊക്കെ ആയില്ല കേട്ടോ. ഇത് കുഴപ്പമില്ല, കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കൽ കഴിഞ്ഞു എൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. കാരണം ഞങ്ങൾക്കിവിടെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു വീഡിയോ സ്കിപ്പായിപ്പോയത്. ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പറമ്പിയുടെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ഓക്കെ. അസ്സലാമു അലൈക്കും.